ജാസ്മിൻ ഗബ്രി കോംബോ, അർജുൻ ശ്രീതു കോംബോ, ഏതാണ് പ്രേക്ഷകർക്ക് ഇഷ്ടം? രണ്ടും ഇഷ്ടമല്ലെന്നാ പ്രേക്ഷകർ പറയുന്നത്. സത്യം അല്ലേ? എന്തിനാണ് ഇങ്ങനൊരു കോംബോ? കോംബോ വെറുപ്പിക്കാനാണോ അതോ സൗന്ദര്യം നോക്കി വോട്ട് കിട്ടുന്നതാണോ ഈ ഒരു കോംബോ പരിപാടിയുടെ പിറകിലുള്ള രഹസ്യം? ബിഗ് ബോസിൽ ഇനി ഒരു ഫേക്ക് കോംബോസ് വേണമോ വേണ്ടയോ? ശരിക്കുള്ള കോംബോ അല്ലേ വേണ്ടത്? എല്ലാവർക്കും നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി. വീഡിയോ ആദ്യം കാണാൻ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. അപ്പോൾ ഞാനൊരു പോൾ ഇട്ടു. ആദ്യം പോൾ ഇട്ടത് ജാസ്മിനും ഗബ്രി കോംബോയും അതേപോലെ അർജുൻ ശ്രീതു കോംബോയും ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടം? ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് അർജുനും ശ്രീതുവിനും 83%. ജാസ്മിനും ഗബ്രിക്കും കിട്ടൂല, നമുക്ക് കണ്ണടച്ച് പറയാൻ പറ്റും. ഞാൻ കമന്റ് ബോക്സ് തുറന്നു നോക്കിയപ്പോൾ ഇഷ്ടം പോലെ ആൾക്കാർ പറഞ്ഞേക്കണ കമന്റ് രണ്ടും ഇഷ്ടമല്ല. എന്നിട്ട് അതിന് കിട്ടിയിരിക്കുന്ന ലൈക്ക് എന്ന് പറഞ്ഞാൽ 500-600 ലൈക്കൊക്കെ. അപ്പം ഞാൻ വിചാരിച്ചാൽ ഞാൻ ഇട്ട പോൾ തെറ്റാണ്. ഞാൻ രണ്ടാമത് പോൾ ഇട്ടു. ജാസ്മിൻ ഗബ്രി കോംബോ, ശ്രീതു അർജുൻ കോംബോ രണ്ടും ഇഷ്ടമല്ല, രണ്ടും ഇഷ്ടം എന്ന് പറഞ്ഞു. ഞാൻ ഇവരെ രണ്ടുപേരും വെച്ചാൽ കമ്പയർ ചെയ്ത വേറെ കോംബോകളും ഉണ്ട് കേട്ടോ. അപ്പോൾ സത്യം പറഞ്ഞാൽ പ്രേക്ഷകരുടെ വിധിയാണ് അതിനകത്ത് കിട്ടിയത്. രണ്ടും ഇഷ്ടമല്ല എന്നുള്ളതിന് 65% പേരാ പോൾ ചെയ്തേക്കുന്നത്. 1 മണിക്കൂറിൽ 15,000 പേരാണ് പോളിൽ പങ്കെടുത്തത്. രണ്ടും ഇഷ്ടമല്ല എന്ന് പറഞ്ഞ ആൾക്കാരാണ് 65% പേര്. എനിക്ക് സന്തോഷമായി മക്കളെ, എനിക്ക് സന്തോഷമായി. കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു ദൈവമേ ഇനി ഇവർ സൗന്ദര്യം നോക്കിയും മറ്റ് മാനദണ്ഡങ്ങൾ നോക്കിയും പോൾ ചെയ്യോ, ഗെയിം നോക്കാതെ. പക്ഷെ പ്രേക്ഷകർ ഞാൻ വിചാരിച്ച പോലെ അല്ല, പ്രേക്ഷകരും കളി പഠിച്ചിരിക്കുകയാണ്. താഴെ കമന്റ് ബോക്സിലുണ്ട്, ചേച്ചി നമ്മൾ കാണാൻ തുടങ്ങിയിട്ട് കുറെ നാളായി ബിഗ് ബോസ് എന്ന്. നന്നായി, ഇങ്ങനെ തന്നെ കൊടുക്കണം. അതായത് സൗന്ദര്യം നോക്കിയിട്ടോ കോംബോ നോക്കിയിട്ടോ അല്ല, യഥാർത്ഥത്തിൽ ഒരു ആണും പെണ്ണും ആയിക്കോട്ടെ, ഒരു പെണ്ണും പെണ്ണും ആയിക്കോട്ടെ, ഒരു ആണും ആയിക്കോട്ടെ, ഒരു തമ്മിലുള്ള ഒരു കോംബോ വന്നു കഴിഞ്ഞ് അവർക്ക് യഥാർത്ഥത്തിലുള്ള ഒരു കണക്ഷൻ ഫീൽ ചെയ്താൽ മാത്രമാണ് അത് കോംബോ ആയിട്ട് എടുക്കണം. ഗെയിമിന് വേണ്ടിയിട്ടുള്ള കോംബോ, ഫേക്ക് കോംബോ, സൗന്ദര്യം വെച്ചിട്ടുള്ള കോംബോ, ലുക്ക് വെച്ചിട്ടുള്ള കോംബോ, ഇതിനൊന്നും പ്രേക്ഷകർ നിൽക്കുന്നില്ല എന്നാണ് ഈ ഒരു പോളിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. 65% പേർക്കും രണ്ട് കോംബോയും ഇഷ്ടമല്ല. 8% പേർക്ക് മാത്രമേ ജാസ്മിനും ഗബ്രീനും ഇഷ്ടമുള്ളൂ കോംബോയിൽ. ശ്രീതുവിനെ അർജുനെ 26% പേർക്ക് ഇഷ്ടമാണ്. ഇനി അടുത്ത് ഇവരെ രണ്ടുപേരും നമുക്കൊന്ന് കമ്പയർ ചെയ്യാം. എന്താണ് ഇവരുടെ ഒന്ന് നോക്കാം. രണ്ടും ഫേക്കാണ്. ഫേക്ക് എന്ന് പറഞ്ഞാൽ രണ്ടും ഗെയിമിന് വേണ്ടിയിട്ടുള്ള കോംബോ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. കാര്യം ജാസ്മിൻ്റെ ഗബ്രിയുടെ പേഴ്സണൽ ലൈഫിൽ അവർ പറഞ്ഞായിരുന്നു അവരുടെ എൻഗേജ്മെന്റും അവർക്ക് വേറെ പുറത്ത് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞു. അർജുൻ്റെയും ശ്രീതുവിൻ്റെയും കാര്യം പുറത്ത് എനിക്ക് അറിയത്തില്ല, അവരവരുടെ പേഴ്സണൽ ലൈഫൊന്നും പുറത്തേക്ക് കാണിക്കുന്നില്ല. പക്ഷേ കഷ്ടപ്പെട്ടിട്ട് ഞാൻ പറയാം. ആദ്യത്തെ ജാസ്മിൻ ഗബ്രി കോംബോയുടെ ഒരു ഇത് പറഞ്ഞാൽ പ്രകടമായി അവർ കോംബോ ആണെന്ന് കാണിക്കുന്നു. അറിയാലോ നിങ്ങൾക്ക്, അത് കണ്ടുകൊണ്ടാണ് നമ്മൾ ഇരിക്കുന്നത്. ആദ്യത്തെ ദിവസം തൊട്ട് വന്ന് 3-ാമത്തെ ദിവസം തൊട്ട് അത് കോംബോ ആവാൻ തുടങ്ങി. ഇനി അർജുനും ശ്രീതുവിൻ്റെയും കോംബോ ആണെങ്കിൽ കഷ്ടപ്പെട്ട് കോംബോ ആക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്, കഷ്ടപ്പെട്ട് ഒന്ന് ചിരിക്കുന്നുണ്ട്. പിന്നെ അർജുന് വേറെ ഒരു സ്ഥലവും ഇല്ല പോയിരിക്കാൻ. കാര്യം ഇപ്പൊ ഋഷിയിൽ നിന്ന് പിണങ്ങിയിരിക്കുകയാണ്. അപ്പോൾ പിന്നെ എവിടെ പോയി അപ്പോൾ ശ്രീതുവായിട്ടൊരു കണക്ഷൻ ഫീൽ ചെയ്ത് അവിടെ പോയിട്ട് കഷ്ടപ്പെട്ടൊക്കെ സംസാരിക്കുന്ന പോലെ തോന്നിയിട്ടുണ്ട്. ഒന്ന് ചിരിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട് ശ്രമിക്കുന്നത്. എന്തായാലും അവർ രണ്ടുപേരും ഇതല്ല, ശരിക്കും ഇതല്ല. ഇനി ജാസ്മിൻ ഗബ്രി കോംബോ അവർ വെറുപ്പിക്കുന്നുണ്ട്. അവർ നല്ല അവർ തമ്മിലുള്ള വ്യത്യാസമാണ് ഞാൻ പറയുന്നത്. രണ്ട് കോംബോസ് തമ്മിൽ അവർ നന്നായിട്ട് പ്രേക്ഷകരെ വെറുപ്പിക്കുന്ന കോംബോയാണ് ജാസ്മിനും ഗബ്രിയും കോംബോ. അതായത് മിനിമം ഇപ്പം അവർ പറയുന്ന ലവ് അല്ല, ഫ്രണ്ട്ഷിപ്പും അല്ല, ബ്രോ എന്നാണ് വിളിക്കുന്നത്. പക്ഷേ ഒരു ബ്രോയോട് പെരുമാറുന്ന പോലെയും അതുപോലുള്ള ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഒരു ഡീസൻസി വെച്ചിട്ടല്ല അവർ നിൽക്കുന്നത്. പലപ്പോഴും പ്രേക്ഷകർ കാണുന്നുണ്ടെന്നോ ക്യാമറ ഉണ്ടെന്നോ മറന്നു പോകുന്ന രീതി പലതും നടക്കുന്ന അല്ലേ. അങ്ങനെയല്ല, അവരൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം, കുറച്ചൊക്കെ വെറുപ്പിക്കരുത് ഓഡിയൻസിനെ. അപ്പോൾ ആ ഒരു വെറുപ്പിക്കൽ അവരവിടെ നടത്തുന്നുണ്ട്. ഇനി അടുത്തത് ഇപ്പുറത്തെ ശ്രീതു അർജുനും കോംബോ വെറുപ്പിക്കുന്നേ ഇല്ല. കാര്യം അങ്ങനെ ഒരു കോംബോ സത്യം പറഞ്ഞാൽ ഉണ്ടാക്കിയെടുത്ത കോംബോയാണത്, ഇൻസ്റ്റാ പേജിൽ മറ്റെടുത്തൊക്കെ. പിന്നെ അവർ ഒന്നിച്ച് നിന്ന് കളിക്കാൻ നോക്കുന്നുണ്ട്. ഇന്നലത്തെ ലൈവിൻ്റെ കുറച്ച് ഭാഗങ്ങൾ കട്ട്സ് ഏഷ്യാനെറ്റിൽ കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് അർജുൻ ശ്രീതുവിനോട് പറയുന്നുണ്ടായിരുന്നു, നമുക്ക് കണക്ഷൻ ഒരിക്കലും പിരിയിക്കാൻ പാടില്ല, നമ്മൾ ഇങ്ങനെ തന്നെ കണക്ട് ചെയ്ത് നിൽക്കണം എന്നുള്ള സംഭവം അർജുൻ ശ്രീതുവിനോട് പറയുന്നതായിട്ട് നമുക്ക് കേൾക്കാൻ സാധിക്കും. ഓക്കെ, ഇനി അടുത്ത് ജാസ്മിൻ ഗബ്രി കോംബോ നന്നായിട്ട് ഗെയിം കളിക്കുന്നുണ്ട്. അതിൽ അവർ പോസിറ്റീവാണ്. അതിൽ മാത്രമാണ് എനിക്ക് അവരെ പോസിറ്റീവായിട്ട് പറയാൻ പറ്റുന്നത്. രണ്ടുപേരും അസാധ്യമായിട്ട് ഗെയിം കളിക്കുന്ന കണ്ടസ്റ്റൻസ് ആണ്. എന്നാൽ അർജുനും ശ്രീതുവും കോംബോ ഒടുക്കത്തെ സേഫ് ഗെയിമേഴ്സ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു. പല സ്ഥലത്തും അർജുൻ പറയേണ്ട കാര്യങ്ങൾ പറയാതെ തത്തക്ക ഇങ്ങനെ ചാടി പോകുന്നുണ്ട്. ഋഷിയുടെയും ശരണ്യയുടെയും കേസിലൊക്കെ അർജുൻ ഭയങ്കരമായിട്ട് സ്കൂട്ടാവാനൊക്കെ നോക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് തന്നെ എനിക്ക് ശ്രീതു അങ്ങനെ തന്നെ ഒടുക്കത്തെ സേഫ് ഗെയിമേഴ്സ് ആണ് രണ്ടുപേരും. മറ്റവർ അങ്ങനെയല്ല. ഇനി ജാസ്മിൻ ഗബ്രി കോംബോ ഇമേജ് കോൺഷ്യസേ അല്ല, കുറച്ച് ഓവർ ഇമേജ് കോൺഷ്യസ് അല്ല. കുറച്ചെങ്കിലും വേണമായിരുന്നെന്ന് നമുക്ക് തോന്നിപ്പോവും. കുറച്ചൊക്കെ ഇമേജ് കോൺഷ്യസ്
കുറച്ച് ഇമേജ് കോൺഷ്യസ് ആവ് എന്ന് നമുക്ക് തോന്നും ജാസ്മിൻ്റെയും ഗബ്രിയുടെയും. ഇവരാണെങ്കിൽ ഒടുക്കത്ത ഇമേജ് കോൺഷ്യസ് ആണ്. കാര്യം ഇവർക്ക് പുറത്ത് റിലേഷൻ വേറെ ഉണ്ടോ അങ്ങനെ അതൊന്നും അവർ പറഞ്ഞിട്ടുമില്ല. വെറുതെ കോംബോയ്ക്ക് വേണ്ടി ഉണ്ടാവാൻ വേണ്ടി ഒരു വൈബ് പുറത്തുണ്ടാവാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും ആർട്ടിഫിഷ്യലായിട്ട്. ഇനി അടുത്ത് ജാസ്മിനും ഗബ്രിയും ഓവർ ടാസ്കിൽ എങ്ങനെയാണ്? ടാസ്കിൽ ഇവർ ഒറ്റക്കെട്ടായിട്ട് തന്നെ കളിച്ച് ജാസ്മിൻ ഈ ആഴ്ച ക്യാപ്റ്റനായി. അതും ഒരു പോസിറ്റീവ്. ഭയങ്കരമായ വിശ്വാസത്തോട് ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര വിശ്വാസമാണ് ഇവർക്ക്. ആ വിശ്വാസം ഇവർക്കുണ്ട്. ശ്രീതു അർജുൻ കോംബോയിൽ വിശ്വാസമൊക്കെ ആയി വരുന്നതേ ഉള്ളൂ. അർജുൻ സത്യം പറഞ്ഞാൽ ആ ശ്രീതു ഉള്ള ഗ്രൂപ്പിന് വേണ്ടിയിട്ടാണ് ഋഷിയായിട്ട് പോയി സംസാരിച്ച് അവർ പിടിഞ്ഞതും അടിച്ചു വരുന്നത്. അപ്പോൾ ഒരു കണക്ഷൻ അല്ലെങ്കിൽ ഒരു ടാസ്കിൽ ആളൊരു ഒരു 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 വിശ്വാസം ഉണ്ടാക്കിയെടുക്കാൻ അർജുൻ ശ്രമിക്കുന്നുണ്ട് ശ്രീതുവിൻ്റെ അടുത്ത്. ഓക്കെ, ഇനി ജാസ്മിൻ ഗബ്രി കോംബോ പിരിഞ്ഞാൽ സൂപ്പർ ആയിരിക്കും. അത് ഇപ്പൊ പിരിഞ്ഞ സൂപ്പർ. അത് ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുന്നത് ജാസ്മിനാണ്. കാര്യം ഇതിനകത്ത് കമ്പാരിറ്റീവ്ലി സ്ട്രോങ് പ്ലെയർ ജാസ്മിനാണ്, ഗബ്രി അല്ല. ഗബ്രി വീക്ക് പ്ലെയർ ആണ്, ഭയങ്കര ഡിപ്പെൻഡൻ്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ജാസ്മിൻ ഇല്ലാണ്ട് പുള്ളിക്കാരൻ ഒരു നിലനിൽപ്പില്ലാത്ത പോലെയും ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഒറ്റയ്ക്ക് കളിച്ചാൽ സൂപ്പർ ആവുന്ന രണ്ടുപേരാണ് ജാസ്മിനും ഗബ്രിയും. ഇനി ശ്രീതുവും അർജുനും ഒറ്റയ്ക്ക് കളിച്ചാൽ ഒന്നും ആവൂല, ഒരിടത്തും എത്തൂല, ആരും തിരിഞ്ഞു പോലും നോക്കാൻ പോണില്ല. ഇവർ രണ്ടുപേരും ഒന്നിച്ചിരുന്നില്ലായിരുന്നെങ്കിലോ ഇനി ഒരു കോംബോ ഇൻസ്റ്റയിലോ അല്ലെങ്കിൽ മറ്റേ പേജസിൽ സെറ്റ് ആയിട്ടില്ലെങ്കിൽ ഇവരൊന്നുമല്ല. ഇനി വൈൽഡ് കാർഡുകൾ കയറാൻ പോവുകയാണ്, അത് ഞാൻ പറയാം. ഇനി ഈ ജാസ്മിൻ ഗബ്രി കോംബോയും ഇവർ സ്ട്രോങ് കോംബോയാണ്. ജാസ്മിനും ഗബ്രിയും ഭയങ്കര, അതായത് ബിഗ് ബോസ് സീസൺ 6 എന്ന് പറഞ്ഞാൽ കണ്ണടയ്ക്കുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരുന്നത് ഈ ജബ്രി കോംബോയാണ് അല്ലേ. നെഗറ്റീവാണ്, പൊക്കളതല്ലേ. നമുക്ക് നെഗറ്റീവാണ് ഏറ്റവും കൂടുതൽ വൈറലാവുന്നത് കേട്ടോ, പോസിറ്റീവ് അല്ല. നെഗറ്റീവാണ് ഏറ്റവും കൂടുതൽ ഓർത്ത് നിൽക്കുന്നത്, നിങ്ങൾക്ക് അറിഞ്ഞൂടാ. അപ്പം ജബ്രി കോംബോ സ്ട്രോങ് ആണ്, വൈറലാണ്. അർജുൻ ശ്രീതു കോംബോ വീക്കാണ്. അങ്ങനെ ഒരു കോംബോ സത്യം പറഞ്ഞാൽ ഇല്ല, നമുക്ക് കാണാനേ ഇല്ല, കണ്ണിലേ ഇല്ല. പക്ഷേ അതും വൈറലാണ്. പല പേജസിൽ സൗന്ദര്യം വെച്ചിട്ടും ലുക്ക് വെച്ചിട്ടും ഒക്കെ വൈറലാണ്. ഓക്കെ, ഇതാണ് ഇവരുടെ രണ്ടുപേരുടെയും ഒരു വ്യത്യാസങ്ങൾ. രണ്ടുപേരും ബിഗ് ബോസിൽ ഇവരുടെ രണ്ട് കോംബോകളുടെയും വ്യത്യാസങ്ങൾ. ഇനി വേറെ കോംബോസ് ഒക്കെ ആൾക്കാർ ഗ്രൂപ്പിൽ പറയുന്നുണ്ട്. കട്ടിൽ കോംബോ, അൻസിബ കട്ടിൽ കോംബോ, ജിൻജാൻ കോംബോ ഒക്കെ ഈ ആഴ്ച പൊട്ടും കേട്ടോ. കാര്യം ഇതിനകത്ത് എനിക്കൊന്ന് ജിൻഡോ ജാൻമണി പുറത്ത് പോസിറ്റീവ് ആണെന്ന് വിചാരിച്ചിട്ടാണ് ജാൻമണി സപ്പോർട്ട് ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നു. പതുക്കെ ഇവർ തമ്മിൽ ഒരു പിരിയാനുള്ള ചാൻസ് കാണുന്നുണ്ട്, പറയാൻ പറ്റില്ല ഗെയിമിൽ. ഇനി വൈൽഡ് കാർഡുകൾ കയറണം 6 പേര്. ഇതിനകത്ത് കുറച്ച് പേര് അർജുനെ ടാർഗറ്റ് ചെയ്തിട്ടുണ്ടാകും, പ്രത്യേകിച്ച് അഭിഷേക് ജയദീപും അഭിഷേക് ശ്രീമുഖാറൊക്കെ. പിന്നെ അതുമാത്രമല്ല ഇവരുടെ കോംബോയിന്, അതായത് നമ്മുടെ ഇപ്പോൾ 2 പൂജാ കൃഷ്ണയാണെങ്കിലും പിന്നെ കേരള നന്ദനയാണെങ്കിലും ഒക്കെ കോംബോയിനെ ടാർഗറ്റ് ചെയ്യുന്നുണ്ടാവും. പിന്നെ അതിനകത്തുള്ള ആൾക്കാർ തന്നെ ഇപ്പം നോറയൊക്കെ സത്യം പറഞ്ഞാൽ ഇവരെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. ഈ കോംബോയിനെ ഒന്ന് പൊങ്ങി വരാൻ വേണ്ടിയൊക്കെ നിൽക്കുകയാണ്. എന്തായിരുന്നാലും ഈ അർജുനെ ടാർഗറ്റ് ചെയ്യും വൈൽഡ് കാർഡുകൾ, ഉറപ്പാണത്. കാര്യം പുറത്ത് ലുക്ക് കൊണ്ട് മാത്രം, ഗെയിം അല്ലാണ്ട് ലുക്ക് കൊണ്ട് ഒരുപാട് ആൾക്കാരെ ഇഷ്ടപ്പെടുത്തുന്ന, ഈവൻ ബിഗ് ബോസ് കാണാത്ത ആൾക്കാരെ പോലും ഇഷ്ടപ്പെടുന്ന ഒരു പേഴ്സണാലിറ്റിയാണ് അർജുൻ. അപ്പോൾ അതിനെ ഇതാക്കാൻ വേണ്ടി പുറത്തുനിന്ന് എന്തായാലും വൈൽഡ് കാർഡുകൾ വന്ന് തീർച്ചയായിട്ടും അർജുനെ ടാർഗറ്റ് ചെയ്യും, കോംബോയിനെയും ടാർഗറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതാണ് സംഭവം. ഇനി ഈ കോംബോയുടെ ഇങ്ങനത്തുള്ള കോംബോകൾ സത്യം പറഞ്ഞാൽ എന്തിനാണ് അല്ലേ ബിഗ് ബോസിൽ? ഒന്നെങ്കിൽ എത്രയോ നല്ല കോംബോസ് ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ശ്രീശാന്ത് അതേപോലെ ദീപിക കോംബോ ടോപ്പ് 2 ആയിരുന്നു അവർ. ആ കോംബോ ടോപ്പ് 2 എന്ത് രസമായിട്ടാണ് അവർ കളിച്ചത്. അവർ ചേച്ചി അനിയൻ കോംബോ ആയിരുന്നു. അപ്പോൾ അവർ രണ്ടുപേരും കല്യാണം കഴിഞ്ഞവരാണ്. അവർ എന്ത് രസമായിട്ടാണ് ആ കോംബോ കൊണ്ടുപോയത്. ഒരു തരത്തിലുള്ള വൃത്തികേടോ ഒരു തരം ഇംപ്രോപ്പറായിട്ടുള്ള സംഭവങ്ങളോ ഒന്നും നമുക്ക് നമ്മളെ വെറുപ്പിക്കാതെ അവരും കൈ തൊട്ടിട്ടുണ്ട്, കെട്ടിപ്പിടിച്ചിട്ടുണ്ട്, അവരും സമാധാനപ്പെടുത്തിയിട്ടുണ്ട്, തോളിക്കിടന്നിട്ടുണ്ട്, അവർ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനൊക്കെ ഒരു രീതിയുണ്ട് അല്ലേ. അതിനെല്ലാം നമുക്ക് എനിക്കൊന്ന് ഹിന്ദിയിൽ നമ്മളെ വെറുപ്പിച്ച കുറച്ച് കോമ്പോസ് ഉണ്ട്. വെറുപ്പിച്ച കോമ്പോ സൽമാൻ വന്നിട്ട് എന്തോന്നടെ കാണിക്കണത്. നിങ്ങൾ പുറത്തിറങ്ങി കഴിഞ്ഞ് നിങ്ങൾ വേറെ ആരെങ്കിലും കെട്ടിക്കഴിഞ്ഞ് നിങ്ങളുടെ മക്കൾ ഇതിരുന്ന് കാണൂലേ? ഈ ബിഗ് ബോസിൽ കാണിച്ചു കൂട്ടിയത് എന്തിനാണ്? മറ്റേ സിനിമയിലൊക്കെ അഭിനയിക്കുന്നത് സിനിമ എന്ന് പറയാം, ഇത് റിയാലിറ്റി ഷോ അല്ലേ, എന്തിനു വന്നുകൊണ്ട് നീ കാണിക്കണത് എന്ന് സൽമാൻ പച്ചയ്ക്കാണ് പറയണത്. അപ്പം അങ്ങനെ വെറുപ്പിച്ച കോമ്പോസ് ഉണ്ട്. അത് സൽമാൻ പച്ചയ്ക്ക് പറയുകയും ചെയ്യും കേട്ടോ, പച്ചയ്ക്ക് പറയും. നിങ്ങളുടെ മക്കൾ കാണില്ലേ, നിങ്ങൾ നാളെ വേറെ ആരെങ്കിലും കല്യാണം കഴിച്ച് കുഞ്ഞുങ്ങളുണ്ടായിട്ട് നാളെ അവർ നിങ്ങൾ മൊബൈൽ നോക്കിയിട്ടോ അല്ലെങ്കിൽ നെറ്റ് നോക്കിയിട്ട് നിങ്ങളെ കാണിക്കുന്നത് കാണൂലേ, എന്തിനാണിത് എന്നുള്ള രീതിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ലാലേട്ട് അതും കൂടെ പറയാനേ ബാക്കിയുള്ളൂ കേട്ടോ. പിന്നെ ഇനി അവരെ പാടാം, അവർക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാനാണല്ലേ, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അവർ കളിക്കട്ടെ, ഞാൻ എന്ത് ചെയ്യാനാ. അപ്പോൾ എന്തായിരുന്നാലും 2 കോമ്പോനെ ആർക്കും ഇഷ്ടമല്ലെന്ന് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. സത്യമാണ്. കാര്യം ഇങ്ങനെ നമ്മൾ ഗെയിമിന് വേണ്ടിയിട്ട് കുറേ കോമ്പോ ഉണ്ടാക്കുക, റിയൽ അല്ലാത്ത കോമ്പോ ഉണ്ടാക്കുക, വെറുതെ ഇങ്ങനെ കോമ്പോ ആണെന്ന് കാണിച്ച് വോട്ട് നേടുക, സൗന്ദര്യം കാണിച്ച് വോട്ട്, ഇതൊന്നും അല്ല ഈ ഗെയിമിൻ്റെ മാനദണ്ഡം. നന്നായിട്ട് കളിക്കുക,
ഗെയിം കളിക്കുക. ഈ ജാസ്മിനും ഗബ്രിക്കൊക്കെ നന്നായിട്ട് കളിക്കുന്നുണ്ടല്ലോ, മര്യാദയ്ക്ക് ഒറ്റയ്ക്ക് നിന്ന് കളിച്ചാൽ പോലെ, അല്ലെങ്കിൽ കോമ്പോയിൽ അന്തസ്സായിട്ട് നിന്ന് കോമ്പോ കളിക്കും. അർജുനും ശ്രീതും കുറച്ചും കൂടെ വാ തുറന്ന് നിന്നാൽ തന്നെ അർജുന് സുഖമായിട്ട് വോട്ട് കിട്ടും. കുറച്ചും കൂടെ സേഫ് ഗെയിമൊക്കെ മാറ്റി മുന്നോട്ട് നിന്നാൽ തന്നെ വോട്ട് കിട്ടും. സുഖമായിട്ട് കിട്ടാനേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ കോമ്പോയുടെ ഒന്നും അർജുന് ഒരു ആവശ്യവുമില്ല. ഒറ്റയ്ക്ക് നിന്നതിന് സുഖമായിട്ട് അർജുന് കളിക്കാം. അതിന് ഇപ്പോൾ 1 മാസം ആയിട്ടേ ഉള്ളൂ. ഇനിയും നമ്മുടെ ഇവിടെ മലയാളം ബിഗ് ബോസിലാണെങ്കിൽ ആണുങ്ങൾക്ക് ഭയങ്കര സ്കോപ്പാണ്. എത്ര നെഗറ്റീവ് ആയാലും അവസാനം എന്തെങ്കിലും ഒന്ന് കാണിച്ചാൽ അവർ പോസിറ്റീവ് ആവും. പെൺകുട്ടികൾക്ക് നേരെ തിരിച്ചാ. എത്ര നെഗറ്റീവ് ആയിട്ട് എത്ര പോസിറ്റീവ് കാണിച്ചാലും അവരെ നെഗറ്റീവ് ആക്കിക്കൊണ്ടേയിരിക്കുള്ളൂ പ്രേക്ഷകർ. അതാണ് ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിൽ ബിഗ് ബോസ് ഗെയിമിൽ വ്യത്യാസം. മനസ്സിലായോ? ഇപ്പോൾ ജാസ്മിൻ കൊടുക്കുന്ന നെഗറ്റീവാണ്. ജാസ്മിൻ ഇനി എന്തൊക്കെ നല്ലത് കളിച്ചാലും എന്തൊക്കെ നല്ലത് കാണിച്ചാലും ജാസ്മിൻ നെഗറ്റീവ് ആയിക്കൊണ്ടേയിരിക്കും. അതാണ് വ്യത്യാസം. അർജുനൊക്കെ ഒരുപാട് അവസരങ്ങളില്ലേ സുഖമായിട്ട് ഒറ്റയ്ക്ക് നിന്ന് കളിച്ചു. അവിടെ ഏതാണ് സ്ട്രോങ് ആയിട്ട് വലിയ മെയിൽ കണ്ടസ്റ്റന്റും ഇപ്പൊ ഗബ്രി, ജിൻഡോ ഇത്രയല്ലേ ഉള്ളൂ. ഋഷിയൊക്കെ സുഖമായിട്ട് മാറ്റി നിർത്തി സുഖമായിട്ട് കളിക്കാമല്ലോ. അപ്പൊ എന്തിനാണ് ഈ കോമ്പോയുടെ ഒരാവശ്യമില്ലെന്നാണ് പ്രേക്ഷകർ തന്നെ പറയുന്നത്. 65% പേര് പറയാണ് രണ്ടും ഇഷ്ടമല്ല എന്ന്. വെരി ഗുഡ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ എന്തായിരുന്നാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.